ഹായ് ഗൈസ്, ഞാനൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഞാൻ 2 ദിവസം മുന്നേ എനിക്കൊരു കോൾ വന്നു. ഞങ്ങളുടെ നിരന്തരം നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന 10-30 വർഷമായിട്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്ന എന്ത് സാധനം വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ബന്ധം സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി സലീം ക അവരെന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എവിടെയുള്ള ഞാൻ ഷോപ്പിൽ പോയി നിന്നെ കണ്ടില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പുറത്തുള്ള അന്ന് ലീവായിരുന്നു. അപ്പോൾ ഇന്ന സ്ഥലത്തുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടത്തേക്ക് വരുന്നുണ്ട്, ഒരു മിനിറ്റ് നീ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാനും ഫാമിലി അവിടെ ഒരു സ്ഥലത്താണ് ഉണ്ടായത്. അപ്പോൾ അവർ വന്നു, ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചു, ഹഗ് ചെയ്തു, നേരെ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കാറിൻ്റെ ഡോർ തുറന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അതാണ് ഞാൻ ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിലിട്ട ഡെക്കോർ. ഉയ്യോ, പെട്ടെന്ന് എനിക്ക് ഗൂസ് ബംസ് അല്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുതരാം. അദ്ദേഹം സലീംക്കയാണ്. അദ്ദേഹം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ പൗഡർ കോട്ടിംഗ് ആണ്. എൻ്റെ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വണ്ടിയുടെ ടയറിന് ഞാൻ ബ്ലാക്ക് അലോയ് കംപ്ലീറ്റ് പൗഡർ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് എടുത്തുന്ന വളരെ നന്നായിട്ട് ചെയ്യുന്ന. പക്ഷേ ഇതിന് ശേഷം ഞങ്ങൾ ബന്ധങ്ങളോ വിളികളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ സലീംക്ക? എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നാമത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ അടുത്തൊന്ന് എക്സ്ട്രാ ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നിന്നെ ഓർമ്മ വന്നു. അപ്പോൾ നിനക്ക് തരാൻ തോന്നി. സന്തോഷം, അതല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കൊരു സാധനം കൊടുക്കുന്നതല്ലേ. ഓക്കെ, അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊന്ന് ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ബാലകൃഷ്ണൻ പറയാം, ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ നമ്മൾ ചെറുതി പറയും, ഒരുപാട് ഗിഫ്റ്റ് എല്ലാം കിട്ടുമ്പോൾ സന്തോഷിക്കുമ്പോൾ പറയും, നമ്മളെ എന്താ പറയുക, കസിൻസ് പറയും, വല്ലാണ്ട് സന്തോഷിക്കല്ലേ, എന്തെങ്കിലും നഷ്ടമാവും. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാ ഓർമ്മ വന്നത്. അയ്യോ, വല്ലാണ്ട് സന്തോഷിക്കല്ലേ, എന്തെങ്കിലും നഷ്ടമാവും. നമ്മളെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അയ്യോ, എൻ്റെ കളക്ഷൻസ് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ബന്ധം ഞാനറിയാതെ എന്നെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചുമ്മാ പഴയൊരു ചൊല്ല് പെട്ടെന്ന് ഓർമ്മ വന്നോട് അതുകൂടി ഒന്ന് ഷെയർ ചെയ്തതാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. പെട്ടെന്ന് അവിചാരിതമായി കിട്ടുന്ന ഗിഫ്റ്റുകൾ ഒരു മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നു മനസ്സിലായി. അപ്പോൾ ഞാനും അവിചാരിതമായി ആർക്കെല്ലോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ ഇതൊരു പ്രചോദനമായി. ഓക്കെ ഗൈസ്, താങ്ക് യു.